കണ്ണൂർ നടുവിലിൽ ബോംബ് പൊട്ടി 2 കുട്ടികൾക്ക് പരിക്ക്. 7ഉം 12ഉം വയസ്സുള്ള കുട്ടികളായ ഗോകുൽ, കജിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. RSS പ്രവർത്തകനായ ഷിബുവിന്റെ വീട്ടുമുറ്റത്താണ് സ്ഫോടനമുണ്ടായത്. പരിക്കേറ്റ കുട്ടികളെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഗോകുലിന്റെ പരിക്ക് ഗുരുതരമാണ്. സ്ഫോടനം നടന്ന സ്ഥലത്ത് തളിപ്പറമ്പ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി. RSS നേതാവിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്ന് CPM ആരോപിച്ചു. വിവരങ്ങൾ നൽകാൻ സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിലെ, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഒരാളുടെ നില ഗുരുതരമാണെന്നും അറിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് ഉച്ചയ്ക്ക് 2:15 RSS താലൂക്ക് കാര്യവാഹക മുതിരമലയിൽ ഷിബുവിന്റെ വീടിന് മുറ്റത്ത് സ്ഫോടനമുണ്ടായത്. ഇവരുടെ വീടിന് മുറ്റത്ത് പട്ടിക്കൂടിനോട് ചേർന്ന സ്ഥലത്ത് കളിക്കുകയായിരുന്ന 2 കുട്ടികൾക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത്. ഒരു കുട്ടി ഈ ഷിബുവിന്റെ മകനാണ്, മറ്റേയാൾ ഇവരുടെ അയൽവാസിയുടെ മകനാണ്. ഇവർ രണ്ടുപേരും കൂടി ഇവരുടെ മുറ്റത്ത് കളിക്കുന്നതിനിടയിലാണ് ഇവരുടെ പട്ടിക്കൂടിനോട് ചേർന്നുള്ള സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന ഒരു നാടൻ ബോംബ് പൊട്ടിത്തെറിച്ചത്. ഈ സ്ഫോടനത്തിൽ 7ഉം 12ഉം വയസ്സുള്ള ഈ 2 കുട്ടികൾക്ക്, ഗോകുൽ, കജിൽ എന്നീ കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഗോകുലിന്റെ പരിക്ക് അതീവ ഗുരുതരമാണ്. ഗോകുലിന്റെ ജനനേന്ദ്രിയത്തിനടക്കം വലിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ കുട്ടിയെ ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റേ കുട്ടിയെ, അതായത് കജിലിനെ, പരിയാരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് തളിപ്പറമ്പ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധന നടത്തി. ഈ പരിശോധനയിൽ ഷിബുവിന്റെ വീടിന് തൊട്ട് പിന്നിൽ നിന്ന് വലിയ തോതിലുള്ള ആയുധ ശേഖരവും ബോംബ് നിർമ്മാണ സാമഗ്രികളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 2350 ഗ്രാം അലുമിനിയം പൗഡർ, 75 ഗ്രാം ഗൺ പൗഡർ, 4 വടിവാൾ, ഒരു മഴു എന്നിവയാണ് പിടിച്ചെടുത്തത്. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.